കൊച്ചി അധോലോകവും ചില സിനിമാ താരങ്ങളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ഞെട്ടിക്കുന്നതാണ്. ഇതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്ന ചില നിർണായക തെളിവുകളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസുമായി എന്താണ് താരങ്ങൾക്കുള്ള ഇടപാടുകൾ? ദുബായിൽ അനസിനൊപ്പം ചടങ്ങിൽ പങ്കെടുത്തത് യാദർച്ഛികമാണോ? താരങ്ങളുടെ ഗുണ്ടാബന്ധം പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ? നടൻ ഷിയാസ് കരീമും പെരുമ്പാവൂർ അനസുമായുള്ള ഇടപാടുകൾക്ക് വ്യക്തമായ തെളിവാണുള്ളത്. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. നടൻ ഷിയാസ് കരീമും ഗുണ്ടാ നേതാവ് ഔറംഗസേബും തമ്മിലുള്ള ഓഡിയോ സംഭാഷണം പുറത്ത്. തന്നെ ഉപദ്രവിക്കരുതെന്ന് ഔറംഗസേബിനോട് ഷിയാസ് കരീം സംഭാഷണത്തിൽ പറയുന്നു. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് തന്റെ പേര് വലിച്ചിഴക്കരുത്, അനസിനെ അറിയില്ലെന്ന് പറഞ്ഞത് നിലനിൽപ്പിന് വേണ്ടിയാണെന്നും സംഭാഷണത്തിൽ ഷിയാസ് കരീം പറയുന്നുണ്ട്. എടാ, നിന്റെ പേര് പറയുന്നത് പറഞ്ഞു, നീ അതിൽ വന്നാ പറഞ്ഞേക്കണത്. നിനക്ക് അനസിനെ അറിയാൻ പാടില്ല, നീ 3 മാസമായിട്ട് അറിയുന്നുള്ളൂ. അറിയാന്നല്ല, നീ അനസിക്കാന്ന് വിളിച്ചിട്ട് അനസ് നമ്മളെയൊക്കെ ചതിച്ചു പോയതിന്റെ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയത്. പക്ഷെ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ഔറംഗസേബ് നൽകിയ അഭിമുഖത്തിലാണ് പെരുമ്പാവൂർ അനസും സിനിമാ താരങ്ങളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പരാമർശമുണ്ടായത്. നടൻ ഷിയാസ് കരീമും പെരുമ്പാവൂർ അനസും തമ്മിൽ വർഷങ്ങളുടെ ബന്ധമുണ്ടെന്നാണ് ഔറംഗസേബ് വെളിപ്പെടുത്തിയത്. പെരുമ്പാവൂർ അനസിനെ ദുബൈയിലേക്ക് കൊണ്ടുപോയത് ഷിയാസ് കരീമാണ്. അതുപോലെ പെരുമ്പാവൂർ അനസിന്റെ സ്വർണ്ണക്കടത്തിലും ഷിയാസ് കരീം പങ്കാളിയാണെന്നാണ് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ. അല്ല, അതില് നീ ഞാൻ ഇനി ഒന്നിനുമില്ല. കാര്യം എന്ന് വെച്ചാൽ നീ അത് പറഞ്ഞ കാര്യങ്ങളെ അനസിന കേസുള്ളതെന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിയാണ്. ഞാൻ ഇപ്പോഴും നിന്നോട് പറയുന്നു, അനത്തിന് കേസുള്ള കാര്യങ്ങളോ അതൊന്നും ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എടാ, നിന്റെ ജോലി ചെയ്യണം, നീ ചെയ്തോ, അതിന് എനിക്ക് സന്തോഷം. നിന്റെ ജോലി ചെയ്ത് നീ സന്തോഷിക്കും, അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാശ് എന്നിട്ട് പൈസ കാശ് എന്നിട്ട് ഞാൻ പോയി. എടാ, നീ പൈസ എന്നിട്ട് പോയത് എനിക്ക് 1 ലക്ഷം രൂപ എന്നതാണ്. ഇതിനു പിന്നാലെ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷിയാസ് കരീം ഈ കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തനിക്ക് പെരുമ്പാവൂർ അനസിനെ അറിയില്ല, മുൻപരിചയമൊന്നുമില്ല, ഒരു ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടതെന്നാണ് ഷിയാസ് കരീം വ്യക്തമാക്കിയത്. അവൻ ഇത്രയും പേരെ പറ്റിച്ച് ഞങ്ങളുടെ കുറെ പേരുടെ ജീവിതം കളഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ നിന്നോട് ചോദിക്കുമ്പോൾ നിനക്ക് അനസിന്റെ ഗുണ്ടാപ്രവർത്തനം അറിയില്ല എന്ന് പറഞ്ഞു. ഗുണ്ടാപ്രവർത്തനം അറിയാണ്ടാണോ നീ അവിടെ പോയിട്ട് അന്നത്തെ മറ്റേ ഇവിടെ പോയിട്ട് എനിക്ക് വർക്ക് തന്നത്, അനസിന് വർക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത്? അതിന്റെ തെളിവ് വേണോ നിനക്ക്? വോയിസ് വേണോ? അതിനു പിന്നാലെയാണ് ഔറംഗസേബും ഷിയാസ് കരീമും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്താകുന്നത്. ഷിയാസ് കരീമിന് പെരുമ്പാവൂർ അനസിനെ അറിയാമെന്ന് വരുത്തി തീർക്കുന്ന വ്യക്തമാക്കുന്ന തെളിവുകൾ നിരത്തിയാണ് ഔറംഗസേബ് ഈ സംഭാഷണവുമായി മുന്നോട്ട് പോയത്. ഇതോടെ ഷിയാസ് കരീമിന്റെ നുണവാദം പൊളിഞ്ഞു. എന്നാൽ തന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് താൻ അനസിനെ അറിയില്ലെന്ന് പറഞ്ഞതെന്നും തന്നെ ഇത്തരം കേസുകളിലേക്ക് വലിച്ചിഴക്കരുതെന്നും ഷിയാസ് കരീം ഔറംഗസേബിനോട് ഫോൺ സംഭാഷണത്തിൽ ആവശ്യപ്പെടുന്നത് വ്യക്തമാണ്. എടാ, എനിക്ക് നിന്നെ അറിയാം, അനസിനെ അറിയാം, എനിക്ക് നിന്നെ പിടിച്ചേണ്ട കാര്യമില്ല. നീ അനസായിട്ട് എന്താണ് ബന്ധമെന്നും ഗുണ്ടായുസ സംഘം അനസ് ഗുണ്ട എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. മനസ്സിലായി. എടാ, അറിയാം. എടാ ഷിയാസ്, എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ തുടർന്നുള്ള സംഭാഷണത്തിൽ ഔറംഗസേബ് ഷിയാസ് കരീം അനസിന് നൽകിയ ഒരു കൊട്ടേഷനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. 3 വർഷം മുൻപ് നൽകിയ ആ കൊട്ടേഷൻ പൊള്ളാച്ചിയിൽ വെച്ച് താനാണ് നടപ്പിലാക്കിയതെന്നും ഔറംഗസേബ് അവകാശപ്പെടുന്നുണ്ട്. ഔറംഗസേബിന്റെ ഈ വാദങ്ങളൊന്നും ഷിയാസ് കരീം നിഷേധിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. നിനക്കിനി ഇനിയൊരു വർക്കുകളൊക്കെ പിടിച്ച് അനസിന്റെ കൊടുത്ത് ഇനി അതും ഇനി പുറത്തു വരൂട്ടാ ഷിയാസെ. അല്ല, ഇല്ലാന്ന് പറഞ്ഞാൽ നീ അന്ന് പിന്നെ വർക്ക് വെറുതെ എന്താണ് വർക്ക്? അത് എത്ര വർഷം മുമ്പാണ് ഒന്ന് ആലോചിച്ച് നോക്കി. ആ വർക്ക് എത്ര വർഷം മുമ്പാണ്? 3 വർഷമായില്ലേ? ഞാൻ ആദ്യം പറയേണ്ട, മീഡിയക്കാരോട് പറയേണ്ട അതല്ലായിരുന്നോ? ഞാൻ പറഞ്ഞു, ആ വോയിസ് ഞാൻ നിന്നെ വെറുതെ കേൾപ്പിച്ചു തരാം. നീ സംസാരിക്കണതും മറ്റോ സംസാരിക്കണതും ഞാൻ ഇതുവരെ കൊടുത്തു. അത് നിന്നോടുള്ള സ്നേഹം കാരണമല്ലേ? ഈ ഓഡിയോ സംഭാഷണം വ്യക്തമാക്കുന്നത് സിനിമാ മേഖലയും ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള ബന്ധമാണ്.
ന്യൂസ് 8ന്റെ ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് ATS ഔറംഗസേബിനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. കേന്ദ്ര ഏജൻസികളും മറ്റ് അന്വേഷണ ഏജൻസികളും വിഷയത്തിൽ ഇടപെട്ടുവെന്നാണ് മനസ്സിലാക്കുന്നത്.